ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. പക്ഷേ നമ്മൾ ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? പോണ്ടിച്ചേരിയിലേക്ക്. പോണ്ടിച്ചേരി ജിപ്മർ ടു ബി പ്രിസൈസ്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ജിപ്മറിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. സോ ലെറ്റ്സ് സീ അറ്റ് ജിപ്മർ. ഹായ് ഓൾ, അങ്ങനെ നമ്മൾ അതിമനോഹരമായ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ജിപ്മർ പുതുച്ചേരിയുടെ ക്യാമ്പസിനുള്ളിലാണ്. നമ്മുടെ കൂടെയുള്ളത് ആർദ്രയാണ്. ആർദ്ര ജിപ്മറിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ എന്തായാലും നീറ്റിൻ്റെ ഈ ഒരു സമയത്ത്, നീറ്റ് എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ജേർണീസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആർദ്രയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സോ ആർദ്ര, നമ്മുടെ ഒരുപാട് പേരുടെ ഒരു ഡ്രീം ക്യാമ്പസ് ആണ് ജിപ്മർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ആർദ്ര പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇത്രയും സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്ന ജിപ്മറിലെ ഒരു ക്യാമ്പസിൽ ഈ ഇത്രയും നടന്നൊരു പീരീഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ജിപ്മറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ ടോപ്പ് മെഡിക്കൽ കോളേജാണ് ജിപ്മർ. കുറഞ്ഞ ചെലവിൽ നമ്മൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, അതിപ്പോൾ അക്കാദമിക്സ് ആയിക്കോട്ടെ, നോൺ അക്കാദമിക്സ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസാണ് ജിപ്മർ. അപ്പം നമുക്കറിയാം, അപ്പം ഇന്ത്യയിൽ തന്നെ പലയിടത്തുനിന്നും ആൾക്കാർ വന്ന് പഠിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ഒരു ഹബ്ബാണല്ലോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒക്കെ ഒരു എക്സ്പോഷർ എങ്ങനെയാണ്, പല സ്റ്റുഡൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ? നമ്മൾക്ക് പല രീതിയിലുള്ള ആളുകളെ പരിചയപ്പെടാനും, ആക്ച്വലി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഡിഫറെന്റ് കൾച്ചേഴ്സ് പരിചയപ്പെടാൻ, അവരുടെ ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പൊ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു വർഷം ഇന്റൻസ് ആയിട്ട് പഠിച്ചതിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ ആ ജേണിയിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനത്തെ നിങ്ങളുടെ ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്ട്സിലേക്ക് മാറിയല്ലോ. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ് ട്രീറ്റിംഗ് യു? നമ്മൾ നീറ്റിന് പഠിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സ്ട്രെസ്ഫുൾ ആയ ഒരു പഠിത്തമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അനാട്ടമി, ഫിസിയോ, ബയോകെം 3 സബ്ജക്റ്റുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത്ര അധികം സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് റിലാക്സ് ആയി എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് പഠിക്കാവുന്ന സബ്ജക്റ്റുകളാണ്. ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് പയ്യെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അതെ, അനാട്ടമി ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി എക്സ്പോഷറും ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം വൈ ഷുഡ് യു സജസ്റ്റ് ജിപ്മർ? നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ജിപ്മർ എന്തുകൊണ്ട് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ജിപ്മർ ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജിപ്മർ. അതുപോലെ അത്രയും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ, അത്രയും കുറഞ്ഞ ഫീസിൽ, പ്ലസ് നമുക്ക് വേണ്ട എല്ലാ എക്സ്ട്രാ ഫെസിലിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോളേജാണ് ജിപ്മർ. അത് മാത്രമല്ല, നമ്മളെ സ്റ്റേറ്റിന്റെ പുറത്തൊക്കെ വന്ന് പഠിക്കുമ്പോൾ നമ്മളേതായ കുറെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാനും, മറ്റുള്ള സ്റ്റേറ്റുകാരായിട്ട് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, മറ്റുള്ള എക്സ്പോഷറേഴ്സ്, അതൊക്കെ ആവുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രോപ്പർലി ഒരു പിന്നെ പേഷ്യന്റ് എക്സ്പോഷറും ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതെ, വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതലേ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ജിപ്മറിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, സബ്ജക്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങോട്ട് എത്താനായിട്ട് ഒരുപാട് പേര് എയിം ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തണമെങ്കിൽ നീറ്റിന്റെ ജേർണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് തന്നെ ആയിരുന്നിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പം ജിപ്മർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ എത്രത്തോളം ആയിരിക്കണമെന്ന് മിക്കവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും നീറ്റ് പ്രിപ്പറേഷൻ വന്നിട്ടുണ്ടാവുക? ആർമിയുടെ പ്രിപ്പറേഷൻ ലെവൽ എങ്ങനെയായിരുന്നു? ഞാൻ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൈലത്തിന്റെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ നമുക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടോപ്പിക്ക് തലേ ദിവസം നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലല്ലേ ക്ലാസ്സുള്ളൂ. അപ്പോൾ തലേ ദിവസം ഇരുന്നത് കൃത്യമായിട്ട് ക്ലാസ് കണ്ട് പഠിച്ചിട്ടായിരുന്നു ക്ലാസ്സിൽ വരിക. അപ്പോൾ ആ DTSന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിലെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്കത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടൈം അവിടെ കിട്ടും. പിന്നെ അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ ടോപ്പിക്ക് തറോ ആകും. അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് പിന്നെ നമുക്ക് എക്സാം വരുന്ന സമയത്ത് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടാകും.
അങ്ങനെയാണ് ഞാൻ ഒരു നീറ്റിൻ്റെ ഏകദേശം ടോപ്പിക് ഫുള്ള് കവർ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ റിവിഷൻ ടൈമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പോഴും ഞാൻ ചെയ്തത് സൈലത്തിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യാന്നുള്ളതായിരുന്നു. എക്സാംസ് എല്ലാം വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഇനിയുള്ളതായാലും ടോപ്പിക്സൊക്കെ മാക്സിമം റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ്, മൈൻഡ് മാപ്സ്, പിന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അതൊക്കെ തന്നെ യൂസ് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് വായിച്ചിരിക്കാനുള്ള ടൈം ഇല്ല. അപ്പോൾ മാക്സിമം ടൈംസ് ഈ ഇക്വേഷൻസ്, കീ കോൺസെപ്റ്റ്സ് എല്ലാം റിവൈസ് ചെയ്യാന്നുള്ളതിലാണ് ഇനി അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതെ ചെയ്യണം. പാറ്റേൺ മനസ്സിലാക്കാനും യൂസ്ഫുൾ ആയിരിക്കും. ഫിസിക്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ടഫർ ചാപ്റ്റർ ഒക്കെ എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോവാണ്. അപ്പോൾ ഈ അവസാന നിമിഷം അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഒരു ടഫർ ചാപ്റ്റേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം? ഒരു ടഫ് ചാപ്റ്റർ ഞാൻ പൊതുവെ അപ്രോച്ച് ചെയ്തിരുന്നത് ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള ക്യാപ്സ്യൂൾ ടൈപ്പ് ക്ലാസ്സസ് ഏതെങ്കിലും കാണും. അപ്പോൾ ചിലപ്പോൾ അത് എൻ ഗെയിമിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ടായിട്ടുള്ള അതെ അങ്ങനെ ഏതെങ്കിലും ഷോർട്ടായ ഒരു ക്ലാസ് കാണും. അപ്പോൾ നമുക്ക് ടോട്ടലി ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് NCERT-യിലെ എക്സസൈസുകൾ, പിന്നെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസ് അതെല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന PYQs ആയിരുന്നു. അപ്പോൾ തന്നെ PYQ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ തന്നെ എല്ലാ ഏരിയയിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലല്ലോ. നമുക്ക് 100 ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടലി. അപ്പോൾ അതിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എല്ലാ ചാപ്റ്ററിനും എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം അത് എടുത്ത് പഠിക്കുക. അങ്ങനെ നമുക്ക് ടഫ് ചാപ്റ്ററിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് നീറ്റിലേക്ക് അടുക്കുന്ന സമയമാണ്, കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടൊരു സമയമാണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാം ഒരു ഡൗട്ട്, ഈ സമയത്ത് എന്ത് നോക്കണം? അതായത് ഇപ്പോൾ ഫിസിക്സ് മാത്രം നോക്കിയോ, കെമിസ്ട്രി, ബയോളജി അങ്ങനെ മൊത്തം വ്യത്യസ്തമായി നോക്കണോ, അല്ലെങ്കിൽ സിംഗിൾ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന സമയമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? എന്താണ് നമ്മുടെ ഫോക്കസിങ് എങ്ങനെയായിരിക്കണം? നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എല്ലാ സബ്ജക്റ്റിലും ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ മാർക്സ് തന്നെയാണുള്ളത്. ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സ്കോർ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവാം, അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. ബാക്കിയെല്ലാം ഒരേ ഇമ്പോർട്ടൻസിൽ കൊടുത്ത് ഒരേപോലെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ PYQs എങ്ങനെയാണ് ഇപ്പോൾ ആർദ്ര പോയിന്റ് ഓഫ് വ്യൂ PYQs എത്രത്തോളം നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഓരോ ചാപ്റ്ററിനെയും ഫൈനലി ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതും പിന്നെ NCERT-യിൽ വരുന്ന എക്സസൈസ്, സോൾവ്ഡ് എക്സാമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ചാപ്റ്ററിനെ പറ്റി ഏകദേശം ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. എനിക്ക് തോന്നുന്നു ആർദ്ര ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ NCERT സോൾവ്ഡ് എക്സാമ്പിളും എക്സസൈസും നിർബന്ധമായിട്ടും ചെയ്തു വെക്കണം അല്ലേ ആർദ്ര? അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം ആർദ്ര എഴുതിയ എക്സാമിനാണെങ്കിൽ പോലും എക്സസൈസൊന്നും എക്സാമ്പിൾസൊന്നും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു പോയിന്റാണ്, ഇവർ നോക്കേണ്ട പോയിന്റ് ആണ്. PYQസിന് ഇമ്പോർട്ടൻസിന് പോലെ തന്നെ പരീക്ഷകൾ എത്രത്തോളം അറ്റൻഡ്, അതായത് ഇപ്പം ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലേ എനിക്ക് നീറ്റ് കിട്ടുന്നു, അങ്ങനെ അതായത് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നുള്ളതാണോ ശരിക്കും കാര്യം? അതോ എക്സാമുകൾ പ്രോപ്പറായിട്ടില്ല എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് അപ്രോച്ച്? ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എത്ര ടൈം പഠിക്കായിരുന്നു. അത് ഞാൻ അങ്ങനെയല്ല ചെയ്യാറുണ്ടായിരുന്നേ. ഞാൻ ഒരു ദിവസം കുറച്ച് ചാപ്റ്റേഴ്സ്, ഇത്ര ചാപ്റ്റേഴ്സ് ഫിക്സ് ചെയ്യും, ഇത് പഠിച്ചു തീർക്കണം, അതാണ് എൻ്റെ ഒരു ദിവസം ഗോൾ. അത് തീരുന്നവരെ പഠിക്കും. അങ്ങനെയാണ് ഞാൻ പോയിരുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം കിട്ടും അതൊക്കെ ചെയ്യും. അതെ, അങ്ങനെയാണ് പോകുന്നത്. അത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാണോ, അതോ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല? ഇല്ല, ഒരേ ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ സൈലത്തിൻ്റെ മെറ്റീരിയൽ ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കും. ക്ലാസ് കാണും, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടാത്തത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ് എന്ന് തോന്നുന്നത്, ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. ആ ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ തവണ എക്സാംസ് വരുമ്പോഴൊക്കെ ആകുമ്പോൾ അത് റെഫർ ചെയ്യും. നമുക്ക് ഇനി വരാനുള്ളത് ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ് ആണ്. അവരിപ്പം ഒരു കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഈ നീറ്റിന് മുമ്പായിട്ടുള്ള ഫുൾ ലെങ്ത് മോക്സ് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഫുൾ ലെങ്ത് എക്സാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ചെറിയ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന പോലെയല്ല, ഒരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്.
പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് അത് മാനേജ് ചെയ്യണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് പിന്നെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഫുൾ ടെസ്റ്റുകളും നീറ്റാണ് എന്നുള്ള അതേ ഒരു അതൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ നീറ്റിന് ഓരോ തവണ എനിക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് ഞാനത് ക്ലിയർ ചെയ്യും. ചിലതൊക്കെ പിന്നെ അബദ്ധത്തിൽ പറ്റും, ബട്ട് സ്റ്റിൽ അതെ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് മാനേജ് ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ എക്സാം തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യമേ കാണുമ്പോൾ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണം. സ്റ്റാർട്ടിങ്ങിൽ വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു പേപ്പറിനെ പറ്റി ഓവറോൾ ഒരു ഐഡിയ വേണം നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ നീറ്റിന് കുറച്ച് ലെങ്തി ആയിരുന്നല്ലോ പേപ്പർ. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ബയോളജി ലെങ്തി ആണെങ്കിൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം, ഫിസിക്സ് പാടാണെങ്കിൽ ബയോളജി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പേപ്പറെല്ലാം ഒന്ന് മറച്ചിട്ട് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ബയോളജി കുറച്ച് ലെങ്തിയാണ്, തുടങ്ങിയ തീരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫിസിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതും എനിക്ക് അതിന്റെ മുന്നത്തെ നീറ്റിന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഇപ്രാവശ്യം റെക്ടിഫൈ ചെയ്തു. ഇന്ന് ഫുൾ ഡേ ജിപ്മർ കറങ്ങി കണ്ടു, ആർദ്രയായിട്ട് കുറെ സംസാരിച്ചു. അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം ഷീ ഡിസേർവ്സ് ടു ബി ഹിയർ. അതുപോലെ തന്നെ നിങ്ങളും അല്ലേ, ഇവരും യു ഓൾസോ ഡിസേർവ്സ് ടു സ്റ്റഡി ഇൻ എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ നിങ്ങളും യോഗ്യരാണ്. അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആർദ്ര ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസാന ടൈമിൽ, അതായത് ഈ ഒരു ലാപ്പിൽ ഇവരോട് എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ആർദ്രയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം റിവിഷനാണ്. റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, ഇനി അത് ചെയ്യേണ്ടത് പെർഫോം ചെയ്യണം. ഇനി എക്സാമിന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാം ഒഴിവാക്കി പ്രിപ്പറേഷനെ സ്ട്രെസ്ഫുൾ ആകാത്ത രീതിയിൽ കണ്ടന്റ് പഠിച്ചുകൊണ്ട് ഓവർകം ചെയ്യാം. അതെ, അതിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ പോണ്ടിച്ചേരി വരിക. ഇപ്പൊ പോണ്ടിച്ചേരി സ്ഥലം കുറെ കാണിച്ചു തന്നു. ഇവിടെ വരണം, അവിടെ വരണം, റോക്ക് ബീച്ചിൽ പോകണം, വേറെ ഏത് ബീച്ചായിരുന്നു, പോണ്ടി മറീന ബീച്ചിൽ പോകണം, കാര്യങ്ങൾ പറഞ്ഞു. ജിപ്പറിന്റെ എല്ലാം നുക്കൻ കോർണർ പഠിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ ഭാഗമാകുക. അപ്പൊ ആർദ്ര പറഞ്ഞ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക അല്ലേ ആർദ്ര? അപ്പം കണ്ടതിൽ വളരെ സന്തോഷം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കുറെ ജൂനിയേഴ്സ് സൈലത്ത് നിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന്. എല്ലാവർക്കും നീറ്റിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. ജിപ്മർ ഈസ് വെയിറ്റിംഗ് ഫോർ യു.